മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ സ്നേഹിക്കും തൻ കരങ്ങൾ എല്ലാം നന്മയ്ക്കായി നൽകിടുന്നു. എന്നെ സ്നേഹിക്കും തൻ കരങ്ങൾ എല്ലാം നന്മയ്ക്കായി നൽകിടുന്നു. എല്ലാറ്റീനും സ്തോത്രം ചെയ്യും, എപ്പോഴും സന്തോഷിക്കും ഞാൻ. എല്ലാറ്റീനും സ്തോത്രം ചെയ്യും, എപ്പോഴും സന്തോഷിക്കും ഞാൻ. തൃക്കരങ്ങൾ എന്നെ നടത്തും, അക്കരെ ഞാൻ ചേരും വരെയും. തൃക്കരങ്ങൾ എന്നെ നടത്തും, അക്കരെ ഞാൻ ചേരും വരെയും. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാഖി പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യം ഒന്നുകൂടി ഇന്ന് ഞാൻ ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നേരുള്ള ഉപദേശം അവൻ്റെ വായിലുണ്ടായിരുന്നു, നീതികേട് അവൻ്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ടു തിരിയുമാറാക്കി. അവൻ നീതിയോടും പരമാർത്ഥതയോടും കൂടെ എന്നോടുകൂടെ നടന്നു പല മനുഷ്യരുടെയും അകൃത്യങ്ങളെ പോക്കി ആ മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു എന്ന് ഇവിടെ വായിക്കുകയാണ്. അകൃത്യങ്ങളെ വിട്ടു തിരിയുമാറാക്കി എന്ന് പറഞ്ഞാൽ പല മനുഷ്യരുടെയും പാപത്തെക്കുറിച്ച് അവരെ ബോധം വരുത്തുകയും തെറ്റും ശരിയും പറഞ്ഞുകൊടുത്ത് ഏത് ജീവിതമാണ് നാം നയിക്കേണ്ടത്, ഏത് നയിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കാൻ കഴിയുക, നീതിയോടും വിശ്വസ്തയോടും കൂടെ ജീവിക്കാൻ കഴിയുക, പരമാർത്ഥതയോടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം പറഞ്ഞുകൊടുത്ത് അവരുടെ പാപവഴികളിൽ നിന്ന് അവരെ തിരുത്തി ദൈവത്തിങ്കിലേക്ക് നടത്തി എന്നതാണ് ഇവിടെ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇത് വാസ്തവമായിട്ടും ഒരു സുവിശേഷ പ്രവർത്തനമെന്ന പോലെയാണ്. ഒരു സുവിശേഷകൻ്റെ മാത്രമല്ല ഏതൊരു വിശ്വാസിയുടെയും കടമ, ഉത്തരവാദിത്തമാണ് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ളത്. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ളത് ഈസിയായ ഒരു കാര്യമല്ല. ട്രാക്റ്റ് കൊടുത്തതുകൊണ്ടോ, ബുക്ക്ലെറ്റ് നൽകിയതുകൊണ്ടോ, കവലകളിൽ പ്രസംഗിച്ചതുകൊണ്ടോ, ഭവനങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ, കൺവെൻഷനുകളിലോ ക്രൂസൈഡുകളിലോ വളരെ ശബ്ദത്തോടെ നാം സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ റേഡിയോയിലൂടെ, TV-യിലൂടെ, നാളുകളിൽ ഇൻ്റർനെറ്റിലൂടെയൊക്കെ വിവിധ നിലകളിൽ നാം സുവിശേഷം അറിയിച്ചതുകൊണ്ടോ, ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് പോലെ ക്ലാസ് എടുക്കുന്നത് കൊണ്ടോ ആരും മാനസാന്തരപ്പെടുകയില്ല. അങ്ങനെ ഒരാൾ ഇന്ന് മാനസാന്തരപ്പെടണമെങ്കിൽ അതിന് എൻ്റെയും താങ്കളുടെയും ജീവിതം ഒരു മാതൃകയായിരിക്കണം എന്ന് ഈ വാക്യത്തിലൂടെ നമ്മൾ കാണുകയാണ്. നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആളുകൾ നമ്മെ വിലയിരുത്തുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടെങ്കിൽ ആ കർത്താവിനെ എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. ഇവരെങ്ങനെയും ജീവിച്ചോട്ടെ, എനിക്ക് എൻ്റെ കാര്യം, എനിക്ക് എൻ്റെ കർത്താവ് മതി എന്ന് ചിന്തിച്ച് മുമ്പോട്ട് വരുന്നവർ തുലവും കുറവ് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ
നല്ലൊരു പങ്കും മറ്റ് വിശ്വാസികളെ, ദൈവദാസന്മാരെ ആണ് നോക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ട്, അവർ പറയുന്ന ക്രിസ്തുവും അവരും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്ന് ആളുകൾ ചിന്തിക്കും. അതുകൊണ്ട് ഇവിടെ ലേവിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. അവൻ അനേകരെ അവരുടെ പാപത്തിൽ നിന്ന് തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം അവരുടെ ജീവിതമായിരുന്നു, സാക്ഷ്യവും മാതൃകയുള്ള അവരുടെ ജീവിതമായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇത് വളരെ ഒരു പാഠമാണ്, നാം കുറിക്കൊള്ളേണ്ടുന്ന ഒരു കാര്യമാണ്. എന്താ നമ്മുടെ ജീവിത സാക്ഷ്യം? മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ അയൽവക്കംകാരോട്, സമൂഹത്തോട്, ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരോട്, നമ്മുടെ സഭയ്ക്ക് ചുറ്റുമുള്ളവരോട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരോട്, ജോലി ചെയ്യുന്നവരോട്, പഠിക്കുന്നവരോട് ഒക്കെയുള്ള നമ്മുടെ ഇടപെടലുകൾ, മനോഭാവങ്ങൾ, അതെല്ലാം ജനം ഇങ്ങനെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണ്. പണ്ട് ഞാൻ എൻ്റെ ഗ്രാമത്തിൽ വിശ്വാസത്തിൽ വന്ന കാലത്ത് 1993 അപ്പോൾ അന്ന് അവിടെയുള്ള അവിശ്വാസികൾ നിങ്ങളുടെ വിശ്വാസികൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യുമായിരുന്നു. ഒരു വസ്തുത ഇവിടെ ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. പല വിഭാഗത്തിൽ നിന്നും രക്ഷയിലേക്ക് വരുന്ന ഒരാളുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു നിമിഷം കൊണ്ട്, ഒരു ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ പൂർണ്ണമായിട്ടുള്ളൊരു പരിവർത്തനം സംഭവിക്കുന്നില്ല. അതിന് ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്നുണ്ടാവും, ചിലർക്ക് കാലങ്ങൾ തന്നെ എടുക്കും. അവരുടെ ജീവിതത്തിലെ ചില സ്വഭാവങ്ങളെ വിട്ടുകളയുവാൻ, ചില രീതികളെ വിട്ടുകളയുവാൻ, ചില സംസാര ശൈലികളെ വിട്ടുകളയുവാൻ ഒരുപക്ഷെ ചിലർക്ക് പെട്ടെന്ന് കഴിയും, ചിലർക്ക് അല്പം സമയമെടുക്കും. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ദൈവത്തോടുള്ള സ്നേഹത്തിലും സമർപ്പണത്തിലും അധിഷ്ഠിതമായിട്ടുള്ളതാണ്. എന്നിരിക്കലും ഞാനതിങ്ങനെ പറയട്ടെ, മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് നോക്കി, അവരങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് നോക്കി ആരും മാനസാന്തരപ്പെടാൻ താമസിക്കേണ്ട. ഈ കഴിഞ്ഞ ആഴ്ചയിലും ഞാനൊരു ഭവനത്തിൽ പോയപ്പോൾ അവിടെയുള്ളൊരു സ്ത്രീ തൊട്ടടുത്തുള്ള വിശ്വാസികളെക്കുറിച്ച് പറയുകയാണ്, അവർ ശരിയല്ല, അതുകൊണ്ട് ഞാൻ അവർ പോകുന്ന ചർച്ചയിൽ പോകുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അപ്പോൾ അവർ 3 മക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, 3 മക്കളും ഒരുപോലെയാണോ? 3 മക്കളും ഒരുപോലെയല്ല. അവരുടെ ഷേപ്പ് ഒരുപോലെയല്ല, അവരുടെ സംസാര രീതി ഒരുപോലെയല്ല, അവരുടെ സ്വഭാവം ഒരുപോലെയല്ല, അവരുടെ വിദ്യാഭ്യാസം ഒരുപോലെയല്ല, അവരുടെ മാതാപിതാക്കളോടും സമൂഹത്തോടുള്ള ഇടപെടലുകളും ഒരുപോലെയല്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കൾ തന്നെ ഒരുപോലെ, അല്ലെങ്കിൽ ഒരു സഭയിൽ വരുന്ന പല ആളുകൾ എങ്ങനെ ഒരുപോലെയാകും? നിങ്ങൾ നന്നാകുക, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കുക. അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. കാരണം മാതൃകാപുരുഷനായ ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചേർത്ത് ഞാൻ പറയട്ടെ, ദൈവമക്കളായ നാം ഓരോരുത്തരും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കേണ്ടവരാണ്, മാതൃകയോടെ ജീവിക്കേണ്ടവരാണ് എന്ന് ഇവിടെ കൂട്ടി ചേർത്ത് ഞാൻ പറയുകയാണ്. എന്നെ ആരും നോക്കി ക്രിസ്തുവിലേക്ക് വരണ്ട എന്നാരും, വേണമെങ്കിൽ വന്നാൽ മതി എന്ന് ആരും പറയാനിടവരരുത്. നാമും ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷികളായി ജീവിക്കുക എന്നുള്ളത് ഇവിടെ അടിവരയിട്ട് പറയേണ്ടുന്ന കാര്യമാണ്. ഈ കർത്താവായ യേശു ക്രിസ്തു മാനസാന്തരപ്പെട്ട മാനസാന്തരപ്പെടുന്ന തൻ്റെ മക്കളെ ഓർത്ത് കാത്തിരിക്കുന്നവനാണ്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയ മകൻ മടങ്ങി വരുന്നത് നോക്കി കാത്തിരിക്കുന്നൊരപ്പൻ. അപ്പോൾ മടങ്ങി വരുന്ന, മാനസാന്തരപ്പെട്ടു വരുന്ന ആളെ നോക്കി കാത്തിരിക്കുന്ന ഒരപ്പനുണ്ട് നമുക്ക് സ്വർഗത്തിൽ. കർത്താവ് തന്നെ പറഞ്ഞു, ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു, അവയിൽ 1 കാണാതെ പോയി. 99 വിട്ടിട്ട് ആ 1 വേണ്ടി പോയ ഇടയൻ. അതാണ് നമ്മുടെ കർത്താവ്. പ്രിയമുള്ളവരെ, ആ നഷ്ടപ്പെട്ട 1 ഓർത്ത് ഭാരപ്പെടുന്നൊരു കർത്താവാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നാം അകന്നു പോയിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുക, ദൈവത്തിങ്കിലേക്ക് വരിക, കാത്തിരിക്കുന്ന ഒരു പിതാവ്, നല്ല ഒരു ഇടയൻ, തേടി വരുന്ന ഒരിടയൻ
നമുക്കുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക് ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുക. യാക്കോവിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം, യാക്കോവിൻ്റെ ലേഖനം, സുവിശേഷമല്ല ലേഖനം, യാക്കോവിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഒരു മനുഷ്യൻ തെറ്റിപ്പോയി എന്ന് വിചാരിക്കാം. അതാണ് ഇവിടെ രേഖപ്പെടുത്തി, നിങ്ങളിൽ ഒരുവൻ തെറ്റിപ്പോയാൽ. അപ്പോൾ അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, പാപി മരണത്തിലേക്ക് പോവുകയാണ്. പാപിയെ നേർവഴിക്കാക്കുന്ന ഒരു വ്യക്തി, പാപിയെ നേർവഴിക്കാക്കുന്നവനെക്കുറിച്ച് അവൻ ആ പാപിയുടെ പ്രാണനെ രക്ഷിക്കുന്നു എന്നുള്ള, മരണത്തിൽ നിന്ന് അഥവാ നിത്യമായ നാശത്തിൽ നിന്ന് അവനെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ രക്ഷിക്കും. നോക്കണം പ്രിയമുള്ളവരെ, പാപിയെ നേർവഴിക്കാക്കുക എന്ന വലിയൊരു കടപ്പാട് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ 6-ാം വാക്യത്തിൻ്റെ ഒടുവിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പലരെയും അകൃത്യം വിട്ടുതിരിയുമാറാക്കി. മലാഖി 2:6 പറയുകയാണ്, അവൻ പലരെയും അകൃത്യം വിട്ടു തിരിയുമാറാക്കി. പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. എത്ര വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചില പാപികളെ നേടുവാൻ ഈ ആണ്ടിൻ്റെ ഒടുവിൽ, ഈ സമയങ്ങളിലൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതുവർഷത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ പുതുവർഷത്തിൽ നാം സഞ്ചരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് പറയാം, കർത്താവേ, ഈ വർഷം ചില പാപികളെ നേർവഴിക്കാക്കുവാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് അതിനുള്ളൊരു കൃപ തരണമേ. ഞാനും നേർവഴിയിൽ സഞ്ചരിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നേരായ വഴിയിൽ നടക്കുകയും പാപികളെ നേർവഴിയിലേക്ക് നടത്തുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് ഉണ്മയായി സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ ഒന്നിച്ചു മുന്നേറാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹവും ശാന്തിയും സമാധാനവും സന്തോഷവും പ്രത്യാശയുമുള്ളവരായി എപ്പോഴും ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നു നാം മഹത്വപ്പെടട്ടെ. വീട്ടിലെത്തുന്ന നാൾ വരെയും വീഴാതൻപോടെ സൂക്ഷിക്കുന്നു. വീട്ടിലെത്തുന്ന നാൾ വരെയും വീഴാതൻപോടെ സൂക്ഷിക്കുന്നു. വല്ലഭൻ തൻ വലം കൈയിൽ വഹിച്ചെന്നെ നടത്തിയിടുന്നു. വല്ലഭൻ തൻ വലം കൈയിൽ വഹിച്ചെന്നെ